ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ ഈ മാസം കാച്ച ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഇതിപ്പോൾ പഴുത്തിട്ടില്ല, പച്ചയായിട്ട് നിൽക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് ഏപ്രിൽ മാസത്തിൽ കുറച്ച് മഴയൊക്കെ പെയ്തില്ലേ, അപ്പോൾ അത് മുട്ടിട്ട് കായ്ച്ചിട്ടുണ്ട്. കുറച്ച് വലുപ്പത്തിനൊക്കെ ആയിട്ടുണ്ട്. ഇതിപ്പോൾ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന കാണുന്നില്ലേ, ഇത് 2 മൂടാണ്. 2 തണ്ട് നട്ട മൂടാണ് ഇത്രയധികം നിൽക്കുന്നത്. മതിലിൻ്റെ ഇപ്പുറവും നിൽക്കുന്നുണ്ട് ഇതുപോലെ, ഇനി അപ്പുറത്ത് വശത്തും നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ മൂട് നിൽക്കുന്നത് അപ്പുറത്ത് വശത്താണ്. ഒരുപാട് പൂക്കളും കായ്കളും ഇതിനകത്തുണ്ട്. നമുക്കിത് കണ്ട് അങ്ങ് അപ്പുറത്തേക്ക് പോകാം. അതായത് മതിലിൻ്റെ സൈഡിലായിട്ട് പൂക്കളൊക്കെ നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിലുള്ളത് കാണാം. ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൃഷി ആദ്യമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് ഉമ്മയാണ്. ഇതിൻ്റെ മൊട്ടാണ്. 2-3 ദിവസത്തിനകം ഇത് വിരിയും. ഞാൻ പറഞ്ഞില്ലേ 2 മൂടാണിത്. ആ 2 മൂടാണിത്. ഈ 2 മൂട്ടിൽ നിന്നാണ് മതിലിൻ്റെ അപ്പുറമായിട്ട് ഒരുപാട് കായ്ച്ച് കിടക്കുന്നത്. ഇപ്പോൾ തന്നെ ഇതിനകത്ത് ഏകദേശം 14 പൂക്കളും 7 കായ്കളും ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് പൂക്കൾ വന്നുകൊണ്ടേയിരിക്കും. ഈ മൊട്ട് കണ്ടോ, ഇത് നാളെ വിരിയാനുള്ള മൊട്ടാണ്. ഇതിൻ്റെ പൂക്കളൊക്കെ നല്ല വലിപ്പമാണ്, കാണാനും നല്ല രസമാണിത്. അപ്പോൾ നമുക്കിത് കാണാം. കണ്ടോ, നല്ല ഭംഗിയാണിത്, നല്ല വലിപ്പമുണ്ട്. വീഡിയോയിൽ ഇതിൻ്റെ വലിപ്പം എത്രത്തോളം അറിയാൻ പറ്റുമെന്ന് അറിയത്തില്ല. ചില ദിവസം ഒരുപാട് പൂക്കൾ വിരിഞ്ഞ് നിൽക്കും. ഈ പൂ വന്നു കഴിഞ്ഞാൽ 28-30 ദിവസത്തിനകം നമുക്ക് പഴുത്ത കായ്കൾ പറിക്കാൻ പറ്റും. നമുക്കിത് ഒരു മൂടല്ല, കുറേ മൂടുകളുണ്ട്. ഇങ്ങനെ തറയിൽ നട്ടിട്ടുണ്ട്, അല്ലാതെ ഡ്രമ്മിലും ഒക്കെ നട്ടിട്ടുണ്ട്. ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കൃഷി നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഉമ്മയാണ്. ആദ്യം നമ്മൾ കടയിൽ നിന്നൊരു ഇതിൻ്റെ ഒരു പഴം വാങ്ങിച്ച് കഴിച്ചായിരുന്നു. അത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ പുറത്തെ കളർ കണ്ടാണ് വാങ്ങിച്ചത്. പുറം ചുവപ്പും അകം വെള്ളയും. കൊണ്ടുവന്ന് കഴിച്ച് നോക്കി അതിന് ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് ഇതിൻ്റെ തണ്ട് കൊണ്ടുവന്ന് നടാൻ പറഞ്ഞപ്പോൾ ആരും അത് മൈൻഡ് ചെയ്തില്ല. കാരണം വേണ്ട, അത്ര നല്ല പഴമൊന്നും അല്ലല്ലോ, വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ഇരുന്ന് നമ്മുടെ വീട്ടിൽ കായ്ച്ച് ഉമ്മ അത് പഴുപ്പിച്ച് തന്നപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് നമുക്കൊക്കെ അറിയാൻ പറ്റിയത്. ഇത് നമ്മുടെ വീട്ടിൽ കഴിഞ്ഞ വർഷം കായ്ച്ച ഡ്രാഗൺ ഫ്രൂട്ടാണ്, കഴിഞ്ഞ സീസണിൽ കായ്ച്ചത്. അപ്പോൾ ഇതിനകത്ത് ഒരുപാടുണ്ട്. ഇതിപ്പോൾ കാണാൻ പറ്റുമെന്ന് അറിയില്ല. ചെറിയ ഡ്രമ്മുകളിലാണ് ഇത് നട്ടിട്ടുള്ളത്. ചൂട് സമയത്ത് മാത്രമാണ് ഇതിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. കുറച്ച് വളവും കൊടുക്കും, അല്ലാതെ ഒരുപാട് ചിലവൊന്നും ഇതിനകത്തില്ല. ഇതിന് നിൽക്കാൻ കുറച്ച് സ്ഥലം കൊടുത്താൽ മതി. ഇത് അകവും പുറവും ചുവപ്പാണ്. ഇത് നല്ല മധുരമാണ്. മറ്റേ അകം വെളുത്ത പഴത്തിനേക്കാളും ഒക്കെ നല്ല മധുരമാണിത്. സാധാരണയായിട്ട് 3 തരത്തിലുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട്. പുറം മഞ്ഞ, അകം വെള്ള, പിന്നെ പുറം ചുവപ്പ്, അകം വെള്ള, പിന്നെ പുറവും അകം ഒരുപോലെ ചുവപ്പ്. നിങ്ങൾ ഇനിയും ഇത് നട്ടിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് വലിയൊരു നഷ്ടമാണ്. നിങ്ങൾ അടുത്ത വീട്ടിൽ എവിടെയെങ്കിലും ഇത് ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്നൊരു തണ്ട് പോയി ചോദിച്ച് വാങ്ങിച്ച് നടുക. നിങ്ങൾക്ക് ഇഷ്ടംപോലെ പഴം കിട്ടും. ചൂട് സമയത്താണ് നമുക്കിതിൻ്റെ പഴം പഴുത്ത് കിട്ടുന്നതെങ്കിൽ നല്ല മധുരമായിരിക്കും. അതുകൊണ്ട് കുട്ടികൾക്ക് അല്ലെങ്കിൽ തന്നെ ഇതിൻ്റെ നിറം വലിയ ഇഷ്ടമാണ്. അവർക്കത് മുറിച്ചിട്ടോ അല്ലെങ്കിൽ ജ്യൂസായിട്ടോ ഒക്കെ കൊടുക്കാവുന്നതാണ്. അവരത് ഇഷ്ടത്തോടെ കഴിച്ചോളും.